ഈ കഥയുടെ തുടക്കത്തിൽ ഒരു ചെറിയ പെൺകുട്ടി, അവളുടെ പേരാണ് യമ. ഇപ്പോ വീട്ടിലെ കലണ്ടറിലെ അവൾ ഓരോ ദിവസമായിട്ട് മാർക്ക് ചെയ്തിരുന്നു. കാരണം ഇനി വരാൻ പോകുന്ന ഒരു ദിവസം അവൾക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു ദിവസമാവാൻ പോവാണ്. അതും കൂടാതെ അവൾ വീടിന്റെ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ വീടിന് വെളിയിലുള്ള ചെറിയ കുളത്തിലെ ഒരു പൂച്ച മുങ്ങി മരിക്കുന്നുണ്ട്. പക്ഷെ അതിനെ രക്ഷിക്കാതെ അവൾ അതിനെ തന്നെ നോക്കി നിൽക്കും. കൂടാതെ യമ നല്ലതുപോലെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഒരുപാട് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും എല്ലാം അവൾ സ്കൂളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് യമയുടെ അച്ഛൻ മൈലോ അവിടേക്ക് വന്ന് അവളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വിളിക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്താണ് യമയുടെ അമ്മായി ഏഞ്ചല അവിടേക്ക് വരുന്നത്. അതുമല്ല, യമ ഇത്രയും നേരം അവളുടെ അച്ഛനോട് സംസാരിച്ചത് സ്കൂളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല കുട്ടികളുടെ സമ്മാനം ഇനി കൊടുക്കാൻ പോകുന്നുണ്ട്, അത് ഞാൻ തന്നെ വാങ്ങുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറയുമ്പോൾ മൈലോ പറയും, നീ വാങ്ങിക്കഴിഞ്ഞാൽ അത് അത്രയും നല്ലതായിരിക്കും എന്നെല്ലാം പറഞ്ഞു നിൽക്കുമ്പോൾ ഏഞ്ചല ഉണ്ടല്ലോ യമയുടെ അമ്മായി, അവർ വന്നിട്ട് ഏഞ്ചലയോട് സംസാരിക്കും. അപ്പോഴാണ് ഏഞ്ചലയുടെ മുഖം വല്ലാത്ത രീതിയിൽ മാറിയിട്ട് അവൾ പെട്ടെന്ന് അടുത്തുള്ള ആ ഒരു കുളത്തിലേക്ക് നോക്കി അവിടെ ഒരു ചത്ത പൂച്ചയുണ്ടെന്ന് പറയുന്നത്. യമ നേരത്തെ കണ്ടല്ലോ ഒരു പൂച്ച ചാവുന്നത്, അത് ചത്തു കിടക്കുന്ന കാര്യമാണ്. അങ്ങനെ മൈലോ യമ രണ്ടുപേരും വെളിയിലേക്ക് വന്ന് ആ പൂച്ചയെ വെളിയിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോ യമയുടെ അച്ഛൻ പറയും, മോളെ നീ വിഷമിക്കണ്ട, ഇതെല്ലാം പെട്ടെന്ന് സംഭവിക്കുന്നതല്ലേ എന്ന് പറയുമ്പോൾ കാണുന്ന നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ ഈ പൂച്ച ചാവുന്നതും യമ നോക്കി നിൽക്കുമായിരുന്നു എന്നുള്ള കാര്യം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മൈലോ നേരെ യമയെ സ്കൂളിലേക്ക് കൊണ്ടാകുന്നു. അങ്ങനെ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ എല്ലാ കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു വലിയ കടന്നല് ഈ ക്ലാസ് മുറിയിലേക്ക് കയറി വരുന്നത്. അപ്പൊ ഒരു കുട്ടി നല്ലതുപോലെ പേടിച്ചു പോകും. ആ കുട്ടിയുടെ പേരാണ് മൈലോ. യമയുടെ അടുത്തിരിക്കുന്ന യമയുടെ സുഹൃത്താണ്. അപ്പോൾ യമ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു ഗ്ലാസ് എടുത്തിട്ട് പെട്ടെന്ന് ആ ഒരു കടന്നലിനെ അങ്ങനെ മൂടി വെക്കും. എന്നിട്ട് ഒരു പേപ്പർ അടിയിലേക്ക് വെച്ച് പതിയെ ആ ഗ്ലാസ് ഉൾപ്പെടെ ഈ കടന്നലിനെയും കൊണ്ട് നേരെ ജനാലയുടെ അടുത്തേക്ക് നടന്നു പോകും. അപ്പൊ അവൾ അങ്ങനെ ചെയ്യുന്നത് അവളുടെ ക്ലാസ് ടീച്ചറായിട്ടുള്ള എല്ലിസ് കാണുന്നുണ്ട്. അങ്ങനെ ഏമ അതിനെ കൊണ്ടുവന്ന് പറത്തി വിടുന്നതും എല്ലിസ് പറയും, ഏമ നീ നല്ലതുപോലെ തന്നെ ചെയ്തു എന്ന് പറയുമ്പോൾ താങ്ക്സ് മിസ്സസ് എല്ലിസ് എന്ന് ഏമ തിരിച്ചും പറയും. അങ്ങനെ തിരിച്ച് മൈലോയുടെ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ മൈലോ ചോദിക്കും, ഏമ നീ അത് എങ്ങനെ ചെയ്തെന്നല്ല ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഏമ പറയും, എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് കടന്നലുകൾ ഒരിക്കലും അവരെ അങ്ങോട്ട് പോയി ആക്രമിച്ചാൽ മാത്രമേ അവർ തിരിച്ച് നമ്മളെ അറ്റാക്ക് ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞ് ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ യമയുടെ വീട്ടിലെ പുതുതായിട്ടൊരു പെണ്ണ് വന്നിട്ടുണ്ട്. അവളുടെ പേര് ക്ലോയി എന്നാണ്. ഇപ്പൊ അവള് വന്നിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഒരു നാനി ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം യമയുടെ അമ്മ മരണപ്പെട്ടു, അതും യമയെ പ്രസവിക്കുന്ന സമയത്ത്. അതിനുശേഷം അവളുടെ അച്ഛനാണ് അവൾ ഇത്രയും കാലം നോക്കിയത്. അതിനിടയിൽ ഒരുപാട് നാനിമാർ ഇതുപോലെ വന്നു പോയിട്ടുണ്ടെങ്കിലും യമയ്ക്കാരെയും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ക്ലോയി ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ക്ലോയിയോട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇപ്പൊ ക്ലോയി തിരിച്ച് യമ എങ്ങനെയാണെന്നല്ല ചോദിക്കുമ്പോൾ അവള് സാധാരണ ഒരു പെൺകുട്ടിയാണ്, എന്നിരുന്നാലും നല്ല ശ്രദ്ധയുള്ള ഒരു പെൺകുട്ടിയാണ്, വലിയവരെ പോലെ എന്ന് യമയുടെ അച്ഛൻ ഡേവിഡ് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്കൂളിൽ കാണിക്കുമ്പോൾ കുട്ടികളെല്ലാവരും കളിക്കാനായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോഴാണ് മൈലോ ഉണ്ടല്ലോ അവന്റെ അടുത്ത് വേറൊരു പെൺകുട്ടി വന്നിരുന്ന് നല്ലതുപോലെ ചിരിച്ചു കളി സംസാരിക്കുന്നു. അവിടെ നമ്മുടെ യമയുടെ മുഖം കാണിക്കുമ്പോൾ അവൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇവരെല്ലാവരും അവിടെ നിന്ന് ഓടിക്കളിക്കുന്ന സമയത്താണ് യമ മനഃപൂർവ്വം വന്ന് ആ പെൺകുട്ടി ഉണ്ടല്ലോ മൈലോയോട് സംസാരിച്ച അവളെ ഒരു ഒറ്റയിടി അവള് താഴേക്ക് വീഴുന്നതും യമ ഇപ്പോ പതി അവളുടെ അടുത്തേക്ക് വന്നിട്ട്, ഹേയ് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, നിനക്ക് വേദനിച്ചോ എന്നെല്ലാം ചോദിച്ച് ആ പെൺകുട്ടിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പൊ ഇതും എല്ലീസ് എന്ന് പറഞ്ഞ ഒരു മിസ് കാണുന്നുണ്ട്. അപ്പൊ യമ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലീസിന് യമയോട് നല്ല ഇഷ്ടമുണ്ട്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും എല്ലീസ് എന്ന് പറഞ്ഞ ഒരു മിസ് ഉണ്ടല്ലോ യമയെ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെയാണ് മറ്റൊരു കാര്യം, യമ സത്യത്തിൽ ആ ഒരു പെൺകുട്ടിയെ ഇടിച്ചത് അവളുടെ കയ്യിൽ ഒരു പുതിയ വാച്ച് ഉണ്ടായിരുന്നു, അത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് അവളുടെ കയ്യിൽ നിന്ന് എടുക്കുകയും ചെയ്തു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് രാത്രിയാവുന്നതും യമ നേരെ വീട്ടിലേക്ക് വന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അച്ഛൻ അവിടേക്ക് വന്നിട്ട് നിനക്ക് വേണ്ടി ഞാൻ കഥ വായിച്ചു തരണമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല വേണ്ട കുഴപ്പമില്ല എന്ന് പറയുന്നതും ഡേവിഡ് അവിടെ വന്നിട്ട് നിനക്ക് കോടിക്കണക്കിന് കെട്ടിപ്പിടുത്തം. അപ്പൊ യമ തിരിച്ചു പറയും, അച്ഛന് എന്റെ ഒരുപാട് ഉമ്മകള് എന്ന് തിരിച്ചു പറയുമ്പോഴാണ് ഡേവിഡ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഡേവിഡ് അവിടെ നിന്ന് പോകുന്നതും ഇപ്പോ യമ കണ്ണാടിയിലേക്ക് നോക്കി സാധാരണ രീതിയിൽ തന്നെ ഇരിക്കുന്നു, ചിരിക്കാതെ. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അവളുടെ അച്ഛനോട് ഇപ്പൊ പറഞ്ഞല്ലോ അച്ഛന് ഒരുപാട് ഉമ്മയെന്ന്, അതുപോലെ റിപ്പീറ്റ് ആയിട്ട് ചിരിച്ച് ചിരിച്ച് ഈ പ്രാക്ടീസ് ചെയ്യുമല്ലോ അതുപോലെ പല രീതിയിലും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ഒരിക്കലും അവൾക്ക് സ്നേഹം കൊണ്ടല്ല ആ ഒരു ചിരി വന്നിട്ടുള്ളത്, അവൾ അഭിനയിച്ചായിരുന്നു ആ ചിരി ചിരിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് യമ കലണ്ടറിൽ മാർക്ക് ചെയ്ത 15ാമത്തെ ദിവസം വന്നു. ഇന്നാണ് മെറിറ്റ് ഡേ. ഈ ദിവസമാണ് സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടിയെ അവർ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഡേവിഡ് യമയെ നല്ലതുപോലെ തന്നെ ഒരുക്കിയിട്ട് നിന്നെ കാണാൻ ഒരു മൂവി സ്റ്റാറിനെ പോലെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് നേരെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ കാറിലിരിക്കുമ്പോഴും യമയുടെ മുഖത്ത് അത്ര സന്തോഷമൊന്നും തോന്നില്ല. അത് കഴിഞ്ഞ് ഇവർ സ്കൂളിലേക്ക് വരുന്നു. സാധാരണ പോലെ തന്നെ അസംബ്ലി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോ യമയുടെ അടുത്ത് മൈലോ എന്ന് പറഞ്ഞ ആ ഒരു പയ്യനും അവന്റെ അമ്മ ഇരിപ്പുണ്ട്. അങ്ങനെ മിസ്സിസ് എല്ലിസ് അവസാനം എല്ലാ വർഷവും ഇതുപോലെയുള്ള ചടങ്ങില് നമ്മുടെ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടിയെ, എല്ലാത്തിലും മികച്ചതായിട്ടുള്ള കുട്ടികളെ ഞങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്. നല്ല പെരുമാറ്റം, നല്ലതുപോലെ പഠിക്കുക, ഇതെല്ലാം. അങ്ങനെ ഇന്നത്തെ വർഷം ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ യമ നല്ലതുപോലെ സന്തോഷിക്കും. പക്ഷെ അവിടെയാണ് ഒരു ടെസ്റ്റ്. അവർ തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും യമയല്ല, മൈലോ എന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യനാണ്. ഇത് കേട്ട് മൈലോ നല്ല സന്തോഷത്തിൽ അവിടേക്ക് നടന്ന് ചെല്ലുന്നതും യമയ്ക്ക് ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല. അവളുടെ മുഖം നല്ല ദേഷ്യത്തിലിരിക്കുന്നു. മൈലോയ്ക്കാണെങ്കിൽ അവരൊരു മെഡലെല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഡേവിഡ് എല്ലിസ് എന്ന് പറഞ്ഞ ഒരു മിസ്സിനോട് യമ എങ്ങനെയാ സ്കൂളിൽ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവര് പറയും, ഹേയ് നിങ്ങളുടെ മകള് കുറച്ച് സ്പെഷ്യലാണ്,
മറ്റുള്ള കുട്ടികളെ പോലെയല്ല അവൾ കുറച്ച് ഒറ്റയ്ക്ക് നടക്കാനാണ് ശ്രമിക്കുന്നത്. കൂടാതെ ഒരു മുതിർന്ന ആളുകളുടെ സ്വഭാവമാണ്. എന്തായാലും നല്ലൊരു സ്വഭാവമാണെന്നല്ല പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും അവിടെ നിന്ന് സംസാരിക്കുന്ന സമയം ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എമ്മയുടെ അടുത്ത് ഡേവിഡ് നിന്ന് സംസാരിക്കുന്നുണ്ട്. നിന്റെ സുഹൃത്തിന് മെഡൽ കിട്ടിയതുകൊണ്ട് നിനക്ക് നല്ല സന്തോഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എമ്മ പറയും, ഒരിക്കലുമില്ല, അതെനിക്ക് കിട്ടേണ്ട മെഡലായിരുന്നു. സത്യത്തില് അവൻ ഒരിക്കലും അത് അർഹിക്കുന്നില്ല. അവന് ക്ലാസ്സിൽ എല്ലാവരുടെയും മുന്നിൽ നല്ലതുപോലെ നിന്ന് സംസാരിക്കാൻ പോലും അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഡേവിഡ് പറയും, ഹേമ, എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു സവിശേഷത ഉണ്ടാവും, അതുകൊണ്ടല്ല അവനെ ഇവര് തിരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോൾ യമ വീണ്ടും അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കും. അപ്പോൾ ഡേവിഡ് യമ എന്നിങ്ങനെ പറയുമ്പോൾ യമ പറയും, ശരി, അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ്. മൈലോ എന്റെ സുഹൃത്താണ്, അവനത് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നും പറഞ്ഞ് ഒരു കള്ള ചിരി ചിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ യമ മൈലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ അവനെ വിളിച്ചിട്ട് വേറെ എങ്ങോട്ടോ പോകുന്നു. കാണിക്കുമ്പോഴാണ് അടുത്തുള്ളൊരു വലിയ കാടുണ്ട്, അതിനുള്ളിലേക്കാണ് ആ ഒരു ചെറിയ പയ്യനെ കൊണ്ടുപോകുന്നത്. കുറേ ദൂരം നടന്ന് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഇപ്പോൾ കടൽ ഭാഗമാണ്. അതുമല്ല ഇവരിപ്പോ പോകുന്നത് ഒരു മലയുടെ മുകളിലേക്കും. അങ്ങനെ കുറെ ദൂരം നടന്ന് ആ മലയുടെ മുകളിലേക്ക് ചെല്ലുമ്പോൾ മൈലോ പറയുന്നുണ്ട്, യമ, നീ പറഞ്ഞതുപോലെ ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓക്കെ, എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് തിരിച്ച് യമേനെ നോക്കുമ്പോൾ യമ അവന്റെ മുന്നിലേക്ക് വന്നിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ മൈലോ പറയും, ശരിയമ്മ, നമുക്ക് ഇവിടെ നിന്ന് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ യമ ഒരിക്കലും അവനെ വിടാതെ നിൽക്കും. അപ്പോൾ മൈലോ ചോദിക്കും, എന്താ യമ നിനക്ക് വേണ്ടത്, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, നിനക്കറിയാം എനിക്ക് എന്താ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് വരുന്നത് പോലെയാണ് കാണിക്കുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് യമ പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് വരുന്നു. അപ്പോ മൈലോയുടെ അച്ഛനും അമ്മയും അതേപോലെ തന്നെ ഡേവിഡ് ഇവർ സംസാരിച്ചു നിൽക്കാണ്. അപ്പോഴാണ് യമ, അച്ഛാ, നമുക്ക് ഇവിടെ നിന്ന് പോയാലോ? അപ്പോ മൈലോയുടെ അമ്മ ചോദിക്കും, അല്ല, നിങ്ങൾ ആരെങ്കിലും മൈലോയെ കണ്ടോ? യമ, നീ മൈലോയെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ചു നേരം എന്നോടൊപ്പം ഉണ്ടായിരുന്നു, പിന്നെ എവിടെ പോയതെന്ന് അറിയത്തില്ല എന്ന് പറയുന്നതും ഇപ്പോൾ മറ്റു ചില കുട്ടികള് ഓടി വന്നിട്ട് എല്ലാവരും ഓടി ഇവിടേക്ക് വരണേന്ന് പറഞ്ഞ് അവർ കരഞ്ഞോണ്ട് ഓടുന്നു. ഇത് കാണുന്ന എല്ലാവരും ഓടി ആ കുട്ടികളുടെ പിറകെ ചെല്ലുമ്പോൾ കടൽ തീരത്ത് മരിച്ചു കിടക്കുന്ന മൈലോനെയാണ് ഇവർ കാണുന്നത്. അങ്ങനെ ഓടി വന്നിട്ട് എല്ലാവരും അവന് CPR എല്ലാം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സമയം താമസിച്ചു പോയി മൈലോ അവിടെ വെച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ തന്നെ എമ്മയുടെ ആ ഒരു ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് നമ്മുടെ ഡേവിഡ് വന്നിട്ട് അവന്റെ ഭാര്യയുടെ സഹോദരി ആഞ്ചല ഉണ്ടല്ലോ അവളോട് ഈ കാര്യം പറയുന്നുണ്ട്. ഞങ്ങൾ കടൽ തീരത്തേക്ക് ചെല്ലുമ്പോൾ ആ കുട്ടി മരിച്ചു കിടക്കുമായിരുന്നു. എമ്മയ്ക്ക് ഇത് കണ്ടിട്ട് നല്ല വിഷമമുണ്ട്. അവള് വന്ന ഉടനെ തന്നെ റൂമിനകത്തേക്ക് കയറിപ്പോയി. അവൾ ഒരിക്കലും പഠിക്കുകയല്ല എന്ന് മാത്രം എനിക്കറിയാം. അവൾ നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ കാണിക്കുമ്പോൾ വേറെ ഒന്നല്ല, യമ ഒരു ഡെവിൽ ലുക്കും വെച്ചിട്ട് ആ ഡോറിനടുത്ത് ഇവരെ നോക്കിയാൽ നിൽക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഡേവിഡ് ബ്രഷ് എല്ലാം ചെയ്തിട്ട് കഴിക്കാനായിട്ട് വരുമ്പോൾ യമ നേരത്തെ വന്നിരുന്ന തന്നെ ആഹാരം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഡേവിഡ് അടുത്തേക്ക് വന്നിട്ട്, ഹേ യമ, എങ്ങനെയുണ്ട്? അവള് പറയും, കുഴപ്പമൊന്നുമില്ല, ഇന്ന് മഴ പെയ്തില്ലാന്ന് തോന്നുന്നു. അല്ല, അതല്ല, ഇന്നലെ നടന്ന ആ ഒരു കാര്യം, നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കാൻ പറയുമ്പോൾ യമ പെട്ടെന്ന് സാധാരണ രീതിയിൽ അതിനെപ്പറ്റി അത്ര വലിയ രീതിയിൽ സംസാരിക്കാനൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് അവൾ വീണ്ടും ആഹാരം കഴിക്കുന്നു. ഇത് കണ്ടിട്ട് ഡേവിഡിനെ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം അവളുടെ ക്ലാസ്സിലെ അവളുടെ സുഹൃത്തായിട്ടുള്ള ഒരു പയ്യനാണ് മരിച്ചിട്ടുള്ളത്. അതിന്റെ വിഷമം പോലും അവൾക്കില്ലാന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഈ കാര്യത്തെ പറ്റി ആഞ്ചലയോട് ഡേവിഡ് സംസാരിക്കുമ്പോൾ ആഞ്ചല പറയും, അതിപ്പോ നമുക്ക് പറയാൻ കഴിയത്തില്ലല്ലോ, എല്ലാ കുട്ടികളും ഒരുപോലെ തന്നെ പ്രതികരിക്കുമെന്ന്. അവൾക്ക് 9 വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ക്ലോയി എന്ന് പറഞ്ഞിട്ട് ആ ഒരു നാനി ഉണ്ടല്ലോ അവരിവിടേക്ക് വരികയാണ്. അങ്ങനെ അവരെ കാണുന്നതും ഡേവിഡ്, ഓക്കെ, ഞാൻ എന്തായാലും ഇവരെ വീടെല്ലാം ഒന്ന് കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവളെ വിളിച്ച് നേരെ അകത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ നേരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ എമയെ പരിചയപ്പെടുത്തുമ്പോൾ അവൾ ആദ്യം തന്നെ ക്ലോയിയോട് പറയുന്നത്, നിങ്ങൾക്ക് എന്റെ മെഡലുകൾ കാണണോ, കാണിച്ചു തരാമെന്ന് പറയുന്നതും ഡേവിഡ് പെട്ടെന്ന്, അതൊക്കെ പിന്നെ കാണാം, നമുക്കിപ്പോ എന്തായാലും റൂമെല്ലാം കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അവളെ വിളിച്ച് മാറ്റുമ്പോഴത്തേക്കാണ് ഇത് നമ്മുടെ എമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇപ്പോൾ റൂമും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത് രാത്രിയാവുന്നതും ക്ലോയി ഡേവിഡിന്റെ മുറിയിലേക്ക് വന്ന് അവന്റെ ഫോട്ടോസ് എല്ലാം എടുത്ത് നോക്കുന്നു, പഴയ ഫോട്ടോസ് എല്ലാം. അത് കാണുമ്പോൾ തന്നെ അവൾക്ക് എന്തോ ഒരു ഇഷ്ടം അവനോട് തോന്നുന്നുണ്ട്. അതുമല്ല അവന്റെ ടേബിളിലുള്ള എന്തോ ഒരു മരുന്നും അവൾ മോഷ്ടിച്ച് കഴിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ യമ കണ്ടോണ്ട് വരും. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അച്ഛൻ എപ്പോഴാ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, നിന്റെ അച്ഛൻ ഒരു മീറ്റിങ്ങിന് പോയേക്കാണ്, കുറച്ച് ലേറ്റ് ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് സിനിമ കാണണമെന്ന് പറഞ്ഞ് ക്ലോയിനെ കൂട്ടി നേരെ ഹാളിലേക്ക് വന്നിരുന്ന് സിനിമ കാണുന്നു. അങ്ങനെ സിനിമ കാണുമ്പോഴത്തേക്കാണ് ക്ലോയി ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ പറ്റിയിട്ട് പറയുന്നത്. വളരെ മണ്ടത്തരമാണെന്ന് തോന്നുന്നു. എന്ത്? ഷേർലി ടെമ്പിൾ. അപ്പൊ യമ പറയും, ഷേർലി ടെമ്പിൾ US സ്റ്റേറ്റ് അംബാസിഡർ ആണ്, അവരാണോ മോശമെന്ന് നിങ്ങൾ പറയുന്നത്? അപ്പോ ക്ലെയർ പറയും, അതല്ല, ഈ സിനിമയില്ലേ ഇതിന്റെ സ്റ്റോറി അത് മോശമാണെന്നാ പറഞ്ഞത്. എന്നിട്ടാണ് ക്ലോയി എമ്മയോട് ചോദിക്കുന്നത്, നിന്റെ ക്ലാസ്സിലെ കുട്ടി മരിച്ചു പോയതുകൊണ്ട് നിനക്ക് നല്ല വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എമ്മ പറയും, എനിക്ക് വിഷമമുണ്ടെങ്കിലും വലിയ കാര്യമൊന്നുമില്ല, കാരണം പിന്നെ ഞാൻ വിഷമിച്ചിട്ട് എന്ത് കാര്യം? അപ്പോഴേക്കും ക്ലോയി അവളെ ഇങ്ങനെ നോക്കിയിട്ട്, ഓക്കെ, നിന്റെ അച്ഛന് പുതിയ ഗേൾ ഫ്രണ്ട് വല്ലതും ഉണ്ടോ? അപ്പൊ എമ്മ, എന്തുകൊണ്ടാ നീ അത് ചോദിച്ചേ? ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പൊ എമ്മ പറയും, എന്റെ അച്ഛനൊരു കാമുകി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അവരെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അച്ഛൻ അവരെ പറഞ്ഞു വിട്ടു. അതുമല്ല, നീ ഒരു കള്ളിയാണെന്ന് എനിക്കറിയാം. അപ്പൊ ക്ലോയി, എന്താ? അതെ, നീ എന്റെ അച്ഛന്റെ ഗുളികൾ മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ക്ലോയി പേടിച്ചിരിക്കും. അപ്പോഴാണ് യമ ചിരിച്ചുകൊണ്ട് പറയുന്നത്, പക്ഷെ പേടിക്കണ്ട, ഞാൻ എന്തായാലും അച്ഛനോട് പറയാൻ പോകുന്നില്ല.
ഇന്നത്തെ രാത്രി ഞാൻ നല്ലതുപോലെ ഉറയും കഴിഞ്ഞാല് ഒരു കുഴപ്പമുണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ അവള് നീ ഒരു ചെറിയ പിശാചാണല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കും. അപ്പോൾ ഹേമ പറയും ശരി നിങ്ങൾ പോയിട്ട് എനിക്ക് കുറച്ച് ഐസ്ക്രീം എടുത്തുകൊണ്ട് വാ, അതേപോലെ തന്നെ കുക്കീസും എന്ന് പറഞ്ഞ് ഹേമ അവിടെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം മൈലോ എന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യന്റെ ഫ്യൂണറലും മറ്റു കാര്യങ്ങളൊക്കെ നടക്കാണ്. അവിടേക്ക് ഹേമയും അവളുടെ അച്ഛനും വരുന്നു. ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഉണ്ട്. പക്ഷെ ഹേമയെ മാത്രം നമ്മൾ ശ്രദ്ധിക്കണം. അവളുടെ മുഖത്ത് ഒരു വിഷമവും ഇല്ല. അവള് മറ്റുള്ളവരെ പോലെ ഈ വിഷമിക്കുന്നത് പോലെ അഭിനയിക്കാൻ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാ കുട്ടികളിൽ നിന്ന് കരയുമ്പോൾ ഡേവിഡ് നേരെ മൈലോയുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരോട് യാത്രയെല്ലാം പറയും. അപ്പോഴാണ് ഹേമ കരയുന്നത് പോലെ ഇങ്ങനെ അഭിനയിച്ച് നിൽക്കാണ്. എന്തൊരു അഭിനയമാണെന്ന് നോക്കണം. അപ്പോഴാണ് മൈലോയുടെ അമ്മ പറയുന്നത് അവന്റെ അവസാനത്തെ ദിവസമായിരുന്നു ഇന്ന്. പക്ഷെ അവൻ ആഗ്രഹിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ആ മെഡൽ. അത് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഡേവിഡ് ചോദിക്കും എന്ത്, ആ മെഡൽ കാണാതായോ? അതെ, എനിക്ക് തോന്നുന്നു അത് വെള്ളത്തിൽ എവിടെയോ മുങ്ങിപ്പോയെന്ന്. ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷെ എവിടെയും കിട്ടിയില്ല. അതെന്റെ മകന്റെ ആഗ്രഹമായിരുന്നു. എന്നിട്ട് ഡേവിഡിനോട് മൈലോയുടെ അമ്മ ചോദിക്കും, ഡേവിഡ് നിങ്ങളുടെ കയ്യിൽ എന്റെ മകന്റെ ഫോട്ടോസ് വീഡിയോസ് എന്തെങ്കിലും കാര്യമുണ്ടോ? അവന്റെ അവസാന ഓർമ്മയ്ക്കായിട്ട് എന്റെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടെങ്കിൽ ഒന്ന് തരണമെന്ന് പറയുമ്പോൾ ഡേവിഡ് പറയും അതെ ഞാൻ എന്തായാലും നോക്കിയിട്ട് അന്ന് ലാസ്റ്റ് എടുത്ത വീഡിയോയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ തരാന്ന് പറയും. അപ്പോൾ നമ്മുടെ യമയാണെങ്കിലോ നല്ല കരച്ചില് അഭിനയിച്ചങ്ങ് തകർക്കാണ്. അപ്പോൾ ഡേവിഡ് അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് വീട്ടിൽ കാണിക്കുമ്പോൾ ഒരു സെക്കൻഡില് സീൻ മാറും. അതേപോലെ തന്നെ ഹേമയുടെ ക്യാരക്ടർ മാറും. ഇപ്പൊ വീട്ടിൽ വന്ന് അവൾ ഈ ജാമുണ്ടല്ലോ അത് കത്തിയിൽ തേച്ചിട്ട് അത് നാക്കുകൊണ്ടിങ്ങനെ നക്കി തിന്നുകയാണ്. ഇത് കാണുമ്പോൾ ഡേവിഡിന് എന്താണെന്ന് അറിയത്തില്ല. കാരണം സ്കൂളിൽ അവൾ അങ്ങനെയല്ല ഉണ്ടായിരുന്നത്. ഇപ്പൊ വീട്ടിൽ വന്നപ്പോൾ പെട്ടെന്ന് ഇത്രയും സന്തോഷമായത് എങ്ങനെയാണ് എന്നാണ് അവൻ നോക്കുന്നത്. അങ്ങനെ ഹേമയുടെ ഡ്രസ്സും മറ്റു കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് വരും. അവിടെ കാണിക്കുമ്പോഴത്തേക്കാണ് മൈലോയെ കൊന്നത് ഹേമയാണല്ലോ. അതുമല്ല അവന്റെ ആ ഒരു മെഡലിന് വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. ആ മെഡല് അവളുടെ കട്ടിലിനടിയിൽ അവൾ ഒളിപ്പിച്ചു വെച്ചേക്കുന്നു. അപ്പോൾ ഡേവിഡിന്റെ കയ്യിൽ നിന്ന് ഒരു പാവ താഴേക്ക് വീഴുന്നതും അതെടുക്കാൻ വേണ്ടി അവൻ താഴേക്ക് കുനിയും. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആ ഒരു മെഡല് അവൻ കാണുന്നില്ല. അതിനു മുന്നേ തന്നെ ഹേമ റൂമിലേക്ക് വന്നിട്ട് അച്ഛൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ നിന്റെ ഡ്രസ്സ് കൊണ്ടിടായിരുന്നു, ഇതേ പാവ താഴെ വീണപ്പോൾ അത് എടുക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ അല്ല ഇപ്പൊ പാവ എടുത്തോ എന്ന് ദേഷിച്ച് ചോദിക്കുമ്പോൾ ഡേവിഡ് വല്ലാത്ത രീതിയിൽ അവൾ നോക്കുമ്പോഴത്തേക്ക് അവൾ ചിരിച്ചിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ അച്ഛാ എന്ന് ചോദിക്കുന്നത് ഡേവിഡ് പെട്ടെന്ന് റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ അവളുടെ മുഖം വീണ്ടും പഴയതുപോലെ ആവുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡേവിഡ് മൈലോയുടെ അമ്മയ്ക്ക് ആ വീഡിയോയും ഫോട്ടോസൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ അതെല്ലാം അവൻ എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിലെല്ലാം ഹേമ മൈലോയെ ദേഷിച്ചിങ്ങനെ നോക്കുന്നതാണ് കാണുന്നത്. അതും അവന്റെ കയ്യിലുള്ള ആ ഒരു മെഡല് അതിൽ തന്നെ സൂക്ഷിച്ച് നോക്കുന്നത് പോലെ. ഈ ഫോട്ടോയും വീഡിയോസ് എല്ലാം ആ പയ്യന്റെ അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്താൽ എന്തായിരിക്കും? അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഹേമയുടെ സ്കൂളിലെ പ്രിൻസിപ്പളും അതേപോലെ തന്നെ എല്ലിസ് എന്ന് പറഞ്ഞ ഒരു ടീച്ചറും ഹേമയുടെ വീട്ടിലേക്ക് വരുന്നു. ഇപ്പോൾ ഡേവിഡിൽ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് അവർ മൈലോയെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവരുടെ സ്കൂളിൽ 25 വർഷത്തിനിടയിൽ ഇങ്ങനൊരു കാര്യം ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അതുമല്ല മൈലോ എന്തുകൊണ്ട് ആ ഒരു മലഞ്ചെരുവിലേക്ക് പോകണം അതിനുള്ള കാരണം ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളോടും അവനെ പറ്റി അറിയാവുന്ന അന്നത്തെ ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർക്ക് ഹേമയോടും ചോദിക്കണം, കാരണം ഹേമയാണല്ലോ മൈലോയുടെ അടുത്ത സുഹൃത്ത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അവരിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഹേമ ആ ഡോറിന്റെ അടുത്ത് നിന്ന് ഇതെല്ലാം ഒളിച്ചു കേൾക്കുന്നു. അതുപോലെ അവർ പറയുന്നത് ഹേമയാണ് അവസാനമായിട്ട് അവനെ കണ്ടതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഹേമയോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കണമെന്ന് പറയുമ്പോൾ ക്ലോയി ഉണ്ടല്ലോ അവൾ ഹേമയുടെ പിറകിൽ വന്നിട്ട് ഓ ഇവിടെ നിന്നെല്ലാം ഒളിച്ചു കേൾക്കാണോ എന്ന് ചോദിക്കുന്നതും ഹേമ ഇപ്പോ കിച്ചന്റെ ഭാഗത്തേക്ക് ചെന്ന് അവിടെയെല്ലാം ഇങ്ങനെ നോക്കുമ്പോ ഒരു 3 ജാറുകൾ ഇരിപ്പുണ്ട്. പെട്ടെന്നാണ് കിച്ചണിൽ നിന്നൊരു ശബ്ദം ഹേമ കരയുന്നത് പോലെ. ഇവർ ഓടി വന്ന് നോക്കുമ്പോഴത്തേക്കും ഹേമ ആ ജാറ് തള്ളി താഴേക്കിട്ട് അതിന്റെ മുകളിലേക്ക് വന്ന് വീണു. അതുപോലെ അവളുടെ കൈ മുറിഞ്ഞു. അപ്പൊ ഇങ്ങനെ ആവുമ്പോഴത്തേക്കും അവളോട് എന്തായാലും ആ ടീച്ചർമാർ സംസാരിക്കാണ്ട് നിൽക്കത്തില്ലല്ലോ. അവരവിടെ നിന്ന് പോവും. അതിനു വേണ്ടിയിട്ടാണ് ഹേമ ഇതുപോലെ ആ കാര്യം ചെയ്തത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഹേമ നേരെ റൂമിലേക്ക് കൊണ്ടുവന്ന് അവളുടെ കയ്യിലെ ബാൻഡേഡ് എല്ലാം ഒട്ടിച്ചിട്ട് നിന്റെ ടീച്ചർ നിന്നെ കാണാനായിട്ട് ഇവിടേക്ക് വന്നിരുന്നു, അതും മൈലോയെ പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് എന്തെങ്കിലും അന്നത്തെ ദിവസത്തെ പറ്റി പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും ഇല്ല. അല്ല നിന്റെ ടീച്ചർ പറഞ്ഞത് നീ ആ പാറയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടെന്നാണല്ലോ, നീ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ടീച്ചർ കള്ളം പറയായിരിക്കും എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകുമ്പോൾ അല്ല നിന്റെ ടീച്ചർ എന്തിനാ പിന്നെ അങ്ങനെ പറയുന്നേ? അപ്പോൾ ഹേമ പറയും ടീച്ചർ എല്ലിസിനെ എന്നെ ഒരിക്കലും ഇഷ്ടമല്ല, എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല, എന്തുകൊണ്ട് എന്നെ പറ്റി അങ്ങനെ പറയുന്നേ എന്നെല്ലാം എന്റെ അമ്മോ വിഷമിച്ചിട്ട് അങ്ങനെ ചോദിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് വിഷമല്ലാതെ നമുക്കറിയാം. എന്നിട്ട് ഡേവിഡിനോട് പറയും സോറി ഡാഡി, എനിക്ക് ഇനിയും മൈലോയെ പറ്റി ചിന്തിക്കാനായിട്ട് വയ്യ, ഞാൻ ഒരുപാട് വിഷമിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേവിഡ് അടുത്തേക്ക് വന്നിട്ട് മോളെ എനിക്ക് മനസ്സിലായി, നിനക്ക് ഞാൻ ബുക്ക് വല്ലതും വായിച്ചു തരണോ? ഇല്ല ഡാഡി അതിന്റെ ആവശ്യമില്ല, ഇപ്പൊ എനിക്ക് അത്ര മൂഡില്ലാന്ന് തോന്നുന്നു എന്നും പറഞ്ഞിട്ട് അവരെ താഴേക്ക് പറഞ്ഞു വിടാണ്. അങ്ങനെ താഴെ വന്ന ഡേവിഡിന് ഇപ്പോഴൊന്നും മനസ്സിലാവുന്നില്ല. അവന് ഹേമയെ സംശയമുണ്ട്, പക്ഷെ അങ്ങനെ തോന്നാനും കഴിയുന്നില്ല. ആ അവസ്ഥയിലാണ്. അത് കഴിഞ്ഞിട്ട് ഡേവിഡ് ഇപ്പോൾ കുളിക്കുകയാണ്. അങ്ങനെ കുളിച്ചു കഴിഞ്ഞ് അവൻ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ക്ലോയി ഉണ്ടല്ലോ അവൾ ആ റൂമിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഡേവിഡ് ചോദിക്കും അല്ല എന്തു പറ്റി റൂമിലേക്ക് വരാനായിട്ട്? ഇല്ല സാർ നിങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നും പറഞ്ഞിട്ട് അവൾ കുറച്ചു നേരം ചിരിച്ചു നിന്ന് അവിടെ നിന്ന് പോകുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് ഡേവിഡ് അവന്റെ വീടിന് വെളിയിലെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത്
ക്ലോയി നേരെ അവിടേക്ക് ചെല്ലും. എന്നിട്ട് അവനോട് സംസാരിച്ച് ഞാനൊരു സിഗരറ്റ് വലിച്ചോട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറയും, ദേ ഇവിടെ കത്തി പിടിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, അതുകൊണ്ട് ഇതെന്തായാലും സിഗരറ്റ് വലിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നതും അവൾ പറയും ഓക്കെ ശരി എന്ന് പറയുമ്പോൾ ഡേവിഡ് ചോദിക്കും, അല്ല നീയോ എമ്മയായിട്ട് എങ്ങനെയുണ്ട്? എമ്മ നല്ലൊരു പെൺകുട്ടിയാണ്, എനിക്ക് അവളെ നല്ലതുപോലെ തന്നെ മനസ്സിലായി, അതുപോലെ ഞാൻ അവൾ ഇപ്പോൾ നല്ല സൗഹൃദത്തിലാണ്, കൂടാതെ എനിക്ക് ഇവിടുത്തെ ആ ഒരു ജോലി നല്ലതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെല്ലാം ഡേവിഡിനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി അവൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ എമ്മേനെയും കൂട്ടി ക്ലോയി വെളിയിലേക്ക് പോകും, വെറുതെ നടക്കാൻ പോകുന്നതാണ് തോന്നുന്നു. എന്നിട്ട് എമ്മയോട് പറയും, നിന്റെ അച്ഛനോട് നിന്നെപ്പറ്റി ഞാൻ സംസാരിച്ചിരുന്നു, പേടിക്കണ്ട, നിന്നെപ്പറ്റി നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് നടന്നിങ്ങനെ വരുമ്പോൾ മൈലോയുടെ വീട്ടിലേക്ക് ആ ടീച്ചറും പ്രിൻസിപ്പളും അവര് വരികയാണ്, കാരണം കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇത് കാണുമ്പോഴത്തേക്ക് എമയ്ക്ക് ഒട്ടും ശരിയാവുന്നില്ല, കാരണം മൈലോയെ പറ്റി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നാല് എന്തായാലും എമയാണ് അത് ചെയ്തതെന്ന് അവര് കണ്ടുപിടിക്കും. അങ്ങനെ അത് നോക്കി നിൽക്കുമ്പോൾ ക്ലോയി ഉണ്ടല്ലോ, അവള് എമയോട് പറയുന്നുണ്ട്, പേടിക്കണ്ട, ഒരു ദിവസം പോലീസ് എന്തായാലും നിന്നെ അന്വേഷിച്ചു വരും. എന്തിനി? കാരണം നീ മൈലോയോട് ചെയ്തത് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പൊ അവള് പറയും, അതിന് ഞാൻ അവനോടൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, നീ എന്തായാലും ചെയ്തിട്ടില്ല, പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം നമുക്കത് കണ്ടുപിടിക്കാം എന്നും പറഞ്ഞ് ഇപ്പൊ ഇവര് രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ക്ലോയി എമയോട് പറയും, ആ പാറയുടെ മുകളിൽ വെച്ച് ചെറിയ പയ്യനോട് നീ എന്ത് തന്നെ ചെയ്താലും അത് നല്ലതല്ല എന്ന് മാത്രമേ എനിക്കറിയാം, അതുമല്ല നീ നിന്റെ അച്ഛനോടും ബാക്കിയുള്ള എല്ലാവരോടും കള്ളം പറയാണെന്നും എനിക്കറിയാമെന്ന് ക്ലോയി പറയും. വേറൊന്നുമില്ല, ക്ലോയിക്ക് എമയെ നല്ല സംശയമുണ്ട്. അപ്പോഴാണ് എമ ക്ലോയിയോട് പറയുന്നത്, നീ എന്റെ അച്ഛന്റെ മുറിയിൽ നിന്ന് മരുന്ന് മോഷ്ടിച്ച കാര്യം ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ക്ലോയി പറയും, ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഓരോ രഹസ്യങ്ങളുണ്ട്, അതാരോടും പറയണ്ടെന്ന് പറയുമ്പോൾ എമ പറയും, എന്റെ അച്ഛൻ എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്, എന്തെങ്കിലും കള്ളം ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാലേ അത് ഉടനെ തന്നെ അച്ഛനോട് പറയണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയും എന്നുള്ള രീതിയിൽ എമ പറയുമ്പോൾ ക്ലോയി ചോദിക്കും, അല്ല നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? ഓക്കെ ശരി, നീ ചെയ്ത തെറ്റ് എന്താണെന്ന് പോലീസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാല് കുട്ടികൾ എവിടേക്കാണ് കൊണ്ടുവന്നതെന്നറിയോ? കുട്ടികളെ മാത്രം ഇടുന്ന, കുട്ടികളെല്ലാം അലറി വിളിച്ച് കരയുന്ന ഒരു സ്ഥലത്തേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും പുറത്തേക്ക് വരാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ എമ പേടിക്കത്തില്ല. എമ പറയും, നീ വെറുതെ കള്ളം പറയാണ്. അപ്പോൾ ക്ലോയി പറയും, ഒരിക്കലും അല്ല, ചെറിയ തെറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് അവർ ചെറിയ ശിക്ഷ കൊടുക്കും, വലിയ തെറ്റുകൾ മറ്റുള്ളവരെ കൊല്ലുന്ന കുട്ടികളെ അവർ ഇലക്ട്രിക് ചെയറിലിട്ട് അവർക്ക് ഷോക്ക് കൊടുക്കും. അപ്പൊ എന്താണ് സംഭവിക്കുന്നറിയോ? അവരുടെ ദേഹം മുഴുവൻ വെന്ത് ഷോക്കേറ്റ് സഹിക്കാൻ കഴിയാത്ത വേദനയായിരിക്കും, അങ്ങനെ അവർ മരണപ്പെടും എന്ന് പറയുമ്പോൾ എമ പറയും, നീ പിന്നെയും കള്ളം പറയാണ്, കാരണം കൊച്ചുകുട്ടികളെ ഒരിക്കലും ഇലക്ട്രിക് ചെയറിൽ ഇരുത്തത്തില്ല എന്ന് പറയുമ്പോൾ ക്ലോയി പറയും, അങ്ങനെയാണെങ്കിൽ നീ ഇത് കൂടി കേട്ടോ, അവര് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പിങ്ക് ചെയർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ നിന്നെ വെച്ചിട്ട് അവര് നിന്നെ കൊല്ലും എന്ന് പറയുന്നതും എമ അപ്പോഴും നല്ല രീതിയിൽ പേടിക്കുന്നില്ല. ഇത്രയും കേട്ടിട്ടും എമ പേടിക്കുന്നില്ല. അപ്പൊ ക്ലോയി പറയും, ശരി, നീ ഗൂഗിൾ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് ക്ലോയി എമ്മയെ അന്വേഷിച്ച് അവിടെ എല്ലാം നടക്കുന്നു, പക്ഷെ എമ്മയെ എവിടെയും കാണുന്നില്ല. അങ്ങനെ ക്ലോയി വീടിനകത്ത് നോക്കിയിട്ട് കാണുന്നില്ല, വെളിയിലേക്ക് വന്ന് നോക്കുന്നുണ്ട്, ഡേവിഡിന്റെ ആ ഒരു വർക്ക്ഷോപ്പിലേക്ക് വന്ന് നോക്കുന്നുണ്ട്, പക്ഷെ എവിടെയും എമ്മയെ കാണുന്നില്ല. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, ആ വർക്ക്ഷോപ്പിൽ നിന്നും ക്ലോയി വെളിയിലേക്ക് വരുമ്പോൾ ഈ വർക്ക്ഷോപ്പിന് വെളിയിലായിട്ട് വലിയൊരു കടന്നൽ കൂടുണ്ടായിരുന്നു, അതിപ്പോ അവിടെ കാണാനില്ല. അതേസമയം അടുത്ത വീട്ടില് മൈലോയുടെ വീട്ടിൽ നിന്നും ആ ടീച്ചർ ഉണ്ടല്ലോ, അവരവരുടെ കാറും എടുത്ത് വെളിയിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ക്ലോയിനെ കാണിക്കുമ്പോൾ ക്ലോയി എമ്മയെ അന്വേഷിച്ച് വീണ്ടും അവളുടെ മുറിയിലേക്ക് വരും. എന്നിട്ടാണ് ഈ കട്ടിലിനടിയിൽ അവൾ ഉണ്ടോന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കും. എന്നിട്ട് അവൾ ആ കട്ടിലിനടിയിൽ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി താഴേക്ക് കുനിഞ്ഞു നോക്കുന്നതും മൈലോ എന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യന്റെ മെഡൽ ഉണ്ടല്ലോ, അത് ക്ലോയി കണ്ടുപിടിച്ചു, അത് അവളങ്ങ് എടുക്കും. അതേസമയം ടീച്ചറിനെ കാണിക്കുമ്പോൾ ടീച്ചർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു കടന്നല് പതിയെ അത് പറന്ന് ടീച്ചറിന്റെ മുഖത്തേക്ക് വന്നിരിക്കും. അപ്പോൾ ടീച്ചറിന് നല്ലതുപോലെ അതിനെ അടിച്ച് കളയാനും കഴിയത്തില്ല, വണ്ടി ഓടിക്കാനും കഴിയും. പെട്ടെന്നാണ് അത് മുടിക്കകത്തേക്ക് കയറി പോകുന്നതും ടീച്ചറിന്റെ നിയന്ത്രണം വിട്ട് ഇടിച്ചില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് കുറച്ചു നേരം തന്നെ തലയിൽ നിന്നിട്ട് പറന്നങ്ങ് പോകും. അപ്പോൾ ടീച്ചർ പിന്നെയും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറെ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് അടുത്തൊരു കാര്യം കാണിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, ടീച്ചർ ഇരിക്കുന്ന ആ സീറ്റിന്റെ പിറകില് കടന്നൽ കൂടുണ്ടല്ലോ, അത് ഫുള്ളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും അത് ചെയ്തത് യമ തന്നെയാണ്, കാരണം ഈ ടീച്ചർ മൈലോയുടെ മരണത്തെ പറ്റി അന്വേഷിക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ രാത്രിയില് നമ്മുടെ ഡേവിഡ് വർക്കെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് നേരെ എമയുടെ റൂമിലേക്ക് പോകും. അവളാണെങ്കിൽ വായിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളെ നോക്കിയിട്ട് തിരിച്ച് ഡേവിഡിന്റെ റൂമിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ആ റൂമിലെ ലൈറ്റിനടുത്തായിട്ട് മൈലോ എന്ന് പറഞ്ഞ ചെറിയ പയ്യന്റെ മെഡൽ ഉണ്ടല്ലോ, അത് ക്ലോയി തൂക്കിയിട്ടേക്കാണ്. പക്ഷെ ഇതൊരിക്കലും ഡേവിഡ് കണ്ടില്ല. അപ്പോഴാണ് നമ്മുടെ യമ ഡേവിഡിനോട് സംസാരിക്കാൻ വേണ്ടി റൂമിലേക്ക് കയറി വന്ന് അവനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ മെഡൽ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന കാര്യം യമ കാണുന്നത്. അപ്പോൾ ഡേവിഡ് കാണാതെ പാതിയെ ആ മെഡലിനടുത്തേക്ക് ചെന്ന് അവനോട് സംസാരിച്ച് തന്നെ അത് വലിച്ചവൻ കയ്യിലേക്ക് എടുക്കും. എന്നിട്ട് അത് ഒളിപ്പിച്ച് ഈ റൂമിൽ നിന്നും പതിയെ വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് വരുമ്പോൾ ഡേവിഡ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട്, അല്ലേമ്മ എന്തു പറ്റി? അപ്പോൾ യമ പറയും, ഇല്ല ഒന്നുമില്ല അച്ഛാ. അല്ല നിന്റെ കയ്യിലെന്താ ഒളിപ്പിച്ചേക്കുന്നേ? ഇല്ല ഒന്നുമില്ല എന്നവൾ പറയുന്നതും ഡേവിഡ് സീരിയസ് ആയിട്ട് അവളെ നോക്കുമ്പോൾ അവൾ ആ മെഡൽ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നു. ഇത് കണ്ട ഡേവിഡ് നല്ലതുപോലെ പേടിക്കും. എന്നിട്ട് എമ്മയോട് ചോദിക്കും, അല്ല ഇതെങ്ങനെയാ നിന്റെ കയ്യിലോന്നേ ചോദിക്കുമ്പോൾ അവൾ അപ്പോഴേ പറയുന്നത് എന്താണെന്നറിയോ, എനിക്കറിയത്തില്ല അത്. എന്നിട്ട് അവളെ എവിടെ പിടിച്ചെത്തിയിട്ട്, അല്ല മൈലോടെ ഈ ഒരു മെഡൽ എങ്ങനെയാ നമ്മുടെ വീട്ടിൽ വരുന്നത്? അപ്പോൾ എമ്മ പറയും, എനിക്കറിയില്ല,
അപ്പോഴാണ് ക്ലോയി അവിടേക്ക് വന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവളുടെ കട്ടിലിനടിയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നതും ഇനി നമ്മുടെ ക്ലോയിക്ക് കള്ളമൊന്നും പറയാൻ കഴിയത്തില്ല, പിടിക്കപ്പെട്ടു. അങ്ങനെ ക്ലോയി അവിടെ നിന്ന് പോകുന്നതും അപ്പോൾ ഡേവിഡ് പറയും, ക്ലോയി എനിക്ക് അവളോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് ക്ലോയി അവിടെ നിന്ന് പോകുമ്പോൾ ഏമ സത്യം പറയും, ഇതെങ്ങനെ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് പിന്നെയും പറയുന്നു, ഇല്ല എനിക്ക് അറിയത്തില്ല അതെങ്ങനെ ഇവിടെ വന്നതെന്ന്. അപ്പോൾ ഡേവിഡ് ചോദിക്കും, ഹെമ സത്യം പറയും, നീ എപ്പോഴെങ്കിലും ആ പാറയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹെമ പറയും, അതേ ഡാഡി ഞാൻ ഒരു തവണ അവിടെ പോയിട്ടുണ്ട്. ഓ അപ്പോൾ നിന്റെ ടീച്ചർ പറഞ്ഞത് ഒരിക്കലും കള്ളമല്ല, നീ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഹെമ പറയും, അതെ ടീച്ചർ കള്ളം പറഞ്ഞില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവരെ നോക്കി ഒരു ചിരി. സത്യം പറയലോ, ഈ ക്ഷമയില്ലാത്ത ആളുകളൊക്കെയാണ് ഹേമയുടെ മുന്നിലിരിക്കുന്നെങ്കിൽ അവളെ എന്തായാലും അടിക്കും, അതുപോലെയാണ് അവള് ദേഷ്യം പിടിപ്പിക്കുന്നത്. അപ്പോൾ ഡേവിഡ് ചോദിക്കും, ശരി പിന്നീട് എന്താ അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഏമ്മ അതെന്താണെന്ന് പറയാതെ അവളുടെ ചെരുപ്പ് ഊരിയിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡേവിഡ് വിട്ടുന്നു, ഏമ്മ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, സത്യം എന്താണെന്ന് അറിയാതെ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഏമ്മ കുറച്ചു നേരം ആലോചിച്ചിട്ട് ഞാനും മൈലോയും ഒരു ഗെയിം കളിക്കുമായിരുന്നു, അതിലാര് ജയിക്കുന്നോ അവർക്ക് ആ മെഡൽ ഇടാനായിട്ട് കൊടുക്കും. അങ്ങനെ ഞാനാണ് കളിയിൽ ജയിച്ചത്, അതുകൊണ്ട് അവൻ എനിക്ക് ആ മെഡൽ തരുവാണ് ചെയ്തത്. പക്ഷെ എപ്പോഴും അല്ല, അത് കുറച്ചു കഴിഞ്ഞ് തിരിച്ചു കൊടുക്കണമായിരുന്നു. പിന്നീട് ഞാൻ അവനെ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് കയ്യിൽ വെച്ചിരുന്നത്. അച്ഛനോട് പറയാത്തത് എന്റെ തെറ്റ് തന്നെയാണെന്ന് പറയുന്നത്. ഡേവിഡ് പറയും, മൈലോയുടെ അമ്മ ഇത് അവന്റെ ശവപ്പെട്ടിയില്ല അവനോടൊപ്പം അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എവിടേക്ക് അന്വേഷണം അറിയോ, എന്തുകൊണ്ടാണ് നീ അപ്പോഴും കൊടുക്കാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് യമ്മ പറയുന്നത്, അതൊക്കെ വെറും മണ്ടത്തരമാണ്, മരിച്ചുപോയ അവൻ എന്തിനാ ഈ മെഡല് അവനോടൊപ്പം കുഴിച്ചിട്ടിട്ട് ഒരു കാര്യമില്ല എന്നാണ് അവള് പറയുന്നത്. എന്നിട്ട് എമ്മയുടെ മുഖം ഇരിക്കുന്ന കാണണം. അങ്ങനെ ഡേവിഡ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും എമ്മ വിട്ടുന്ന്, ഡാഡി എന്തു പറ്റി, എന്താ ഞാൻ ചെയ്ത് തെറ്റെന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഡേവിഡ് പറയും, മോളെ ഞാനൊന്ന് വെളിയിൽ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അവൻ പെട്ടെന്ന് വെളിയിലേക്ക് പോവാണ്. ഇവിടെ എമ്മ എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടി, ആ കുട്ടി അഭിനയിച്ചിരിക്കുന്ന ഒരു രീതിയാണ്, ഒരേ സമയം തന്നെ ദേഷ്യം പിടിപ്പിക്കുകയും അവളുടെ മുഖം മാറുന്നു, എക്സ്പ്രഷൻ എല്ലാം നമുക്ക് കാണുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നും, അതുപോലെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. അങ്ങനെ വെളിയിൽ പോയ നമ്മുടെ ഡേവിഡ് ഇപ്പോൾ അവന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് ഒരു ചൈൽഡ് സൈക്കാട്രിസ്റ്റിന്റെ നമ്പർ എനിക്ക് വേണം, എന്തായാലും വേണമെന്ന് പറഞ്ഞ് അവൻ കാറിൽ പോകുമ്പോൾ റോഡിൽ ഒരു ആക്സിഡന്റ് നടന്നതുപോലെ പോലീസുകാരും ആംബുലൻസ് എല്ലാം വന്ന് കിടപ്പുണ്ട്. പക്ഷെ അതെന്താണെന്ന് അവൻ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെ പോവാണ്. പക്ഷെ അവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ആ ടീച്ചർ ഉണ്ടല്ലോ അവര് മരണപ്പെട്ട് കിടക്കുമായിരുന്നു, അവരുടെ കാറാണ് ആ പോലീസുകാരെ അവിടെ നിന്ന് കണ്ടെടുക്കുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഡേവിഡ് ഉറങ്ങിക്കിടക്കുമ്പോൾ അവനൊരു സ്വപ്നം കാണുന്നുണ്ട്. അവന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ആ നേഴ്സ് വന്നിട്ട് പറയുന്നു, നിങ്ങളുടെ കുട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. അതും കൂടാതെ യമ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡേവിഡ് അടുത്തേക്ക് വന്നിരിക്കും. അപ്പോഴാണ് ഇവരുടെ കുളത്തില് ഏതോ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നത് പോലെയും ഇവര് രണ്ടുപേരും അത് കണ്ട് വെളിയിലേക്ക് വന്ന് ആരാ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവള് മൈലോ എന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യനെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു. ഇതെല്ലാം സ്വപ്നം കണ്ട് ഡേവിഡ് വിടുന്ന് ഞെട്ടി എഴുന്നേൽക്കാണ്. ഇപ്പൊ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഏമ്മ ക്ലോയി ഉണ്ടല്ലോ അവളുമായിട്ടിരുന്ന് സംസാരിക്കും. നീ ഇന്നലെ ചെയ്ത കാര്യത്തിൽ നീ നല്ല സന്തുഷ്ടയാണെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, നീ മൈലോയുടെ മെഡൽ എടുത്ത് ഒളിപ്പിച്ചു വെച്ചതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞു, അതുമല്ല നീ ഒരു മോശം പെൺകുട്ടിയാണെന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്, അതുമല്ല ഇനി നിന്നെപ്പറ്റി ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല, പിന്നെ നീ ആരോടാണ് ഇടപെടാൻ പോകുന്നത് എന്നുകൂടി നീ ഒന്ന് ആലോചിക്കണം, ചെറിയ സൈക്കോ. അങ്ങനെ അത് കഴിഞ്ഞ് ഡേവിഡ് വന്നിട്ട് യമ നമുക്ക് പോകണമെന്നും പറഞ്ഞ് യമയും കൂട്ടി നേരെ മൈലോയുടെ വീട്ടിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് മൈലോയുടെ അമ്മയോട് ഇവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ഡേവിഡ് പറയുന്നത്, ഒരു കാര്യം ഞങ്ങൾക്ക് നിങ്ങളെ ഏൽപ്പിക്കണം, അതിനു വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞ് എമയോട് പറയും. അത് കൊടുക്കാൻ പറയുമ്പോൾ എമ ആ മെഡൽ എടുത്ത് അവരുടെ കയ്യിൽ കൊടുക്കാണ്. അപ്പോഴാണ് അവർ പറയുന്നത്, അല്ല ഈ മെഡൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി, ഇത് എമയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു, അല്ല എന്റെ മകന്റെ മെഡൽ എങ്ങനെ എമയുടെ കയ്യിൽ വന്നേ. അപ്പോൾ ഡേവിഡ് പറയും, ഞങ്ങൾ തമ്മിലൊരു ഗെയിം കളിച്ചു, അതിൽ ജയിക്കുന്ന ആൾക്ക് ഈ മെഡൽ കൊടുക്കണം, പക്ഷെ എപ്പോഴും അല്ല അത് തിരിച്ചു കൊടുക്കണമായിരുന്നു, പക്ഷെ അതിനുശേഷം മൈലോയ്ക്ക് അത് പറ്റി, അതുകൊണ്ടാണ് ഞാൻ ആർക്കും കൊടുക്കാതെ അത് സൂക്ഷിച്ചു വെച്ചത് എന്ന് പറയുമ്പോഴത്തേക്കും ആ അമ്മയ്ക്ക് വേറെ സംശയമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരു പറയും, ഇത് കുറച്ചുകൂടി നേരത്തെ കിട്ടണമായിരുന്നു, എപ്പോഴും എല്ലിസ് ഇതിനെപ്പറ്റി സംസാരിക്കുമായിരുന്നു, ഇനി ഒരിക്കലും അത് നടക്കില്ല എന്ന് പറയുമ്പോൾ ഡേവിഡ് ചോദിക്കും, അല്ല എല്ലിസിന് എന്ത് പറ്റി, അല്ല നിങ്ങൾ അറിഞ്ഞില്ലേ എല്ലിസ് മരണപ്പെട്ടു ഇന്നലെ. അപ്പോൾ ഡേവിഡ് പറയും, അയ്യോ എനിക്കത് അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നതും ഇതുകൂടിയാവുന്നതും നമ്മുടെ ഈ അമ്മ അടുത്ത നാടകം അവൾ പെട്ടെന്ന് കരയുന്നത് പോലെ, ഡാഡി എനിക്ക് നല്ല വിഷമമുണ്ട് വീട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ഡേവിഡ് ചോദിക്കും, അല്ല എങ്ങനെയാ ആക്സിഡന്റ് സംഭവിച്ചേ, അവളുടെ കാറിനുള്ളിൽ എന്തോ കടന്നൽ കൂടെ എന്തോ ഉണ്ടായിരുന്നു, അത് അവൾ കണ്ടില്ല, അങ്ങനെ എന്തോ സംഭവിച്ചതാണ്. അപ്പോഴാണ് ഈ അമ്മ എനിക്ക് ടീച്ചറിനെ അത്ര ഇഷ്ടമായിരുന്നു എന്നെല്ലാം പറഞ്ഞ് കരയുമ്പോഴത്തേക്കും ഇതിനു മുന്നേ ഏമ ഡേവിഡിനോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ആ ടീച്ചറിന് എന്നെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് അവർ കള്ളം പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ നേരെ തിരിച്ച് ഏമ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഡേവിഡിന് ഏതാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ അത്രയും നേരം വിഷമിച്ചിരുന്നിട്ട് എല്ലി പറയും, നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് ഇപ്പോൾ രണ്ടുപേരും റോഡിലൂടെ നടന്ന് വീടിനടുത്തേക്ക് നടന്നു പോകുമ്പോഴത്തേക്കാണ് എല്ലി ഡേവിഡിനോട് പറയുന്നത്, അപ്പോൾ ഡാഡി ഇനി എനിക്ക് മൈലോയെ പറ്റി ആരോട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലേ, ടീച്ചർ മരിച്ചല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് ഓടിപ്പോവാണ് ഡാഡി എന്നും പറഞ്ഞ് അവള് ചിരിച്ചുകൊണ്ട് ഒരൊറ്റ ഓട്ടം വീട്ടിലേക്ക്. എന്നിട്ട് ഓടിപ്പോകുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് കപ്പ് കേക്ക് ഉണ്ടാക്കുമെന്ന്. എന്റെ പൊന്നോ, ഇതുപോലൊരു കുട്ടിയെ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ചോദിച്ചതാണ്,
ഇങ്ങനെ ഒരു കുട്ടിയാണ് നിങ്ങളുടെ വീട്ടിലുള്ളത്. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആ കുട്ടിയുടെ വായിൽ നിന്ന് നിങ്ങൾ കേൾക്കുവാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അങ്ങനെ ഡേവിഡിന് എന്താണെന്ന് അറിയാതെ അത് കഴിഞ്ഞ് അവൻ തന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് ആ വർക്ക്ഷോപ്പിന് വെളിയിലുണ്ടായിരുന്ന കടന്നൽക്കൂടുണ്ടല്ലോ അവിടെ കാണാനില്ല എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അന്ന് രാത്രി തന്നെ ഈ ഒരു കുട്ടികളുടെ സൈക്കോളജി, അതുപോലെ വ്യത്യസ്തമായിട്ട് പെരുമാറുന്ന കുട്ടികൾ, ഇവരെ പറ്റിയെല്ലാം അവൻ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ എമയുടെ അടുത്തേക്ക് ഡേവിഡ് വന്നിട്ട്, മോളെ നമുക്ക് ഇന്നൊരു ഡോക്ടറെ കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് നിന്ന് മാറുന്നതും എമയുടെ കയ്യിൽ കാണിക്കുമ്പോൾ അവൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ അവളുടെ കൈ ഇങ്ങനെ ഞെരടി മുറിച്ചു വെച്ചേക്കാണ്. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ആ ഡോക്ടറെ കാണാനായിട്ട് പോകുന്നു. അങ്ങനെ ആദ്യം ഡേവിഡാണ് പോകുന്നത്. ആ ഡോക്ടറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഡേവിഡ് എമയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. അവളുടെ പെരുമാറ്റ രീതി മാറുന്നതും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും അതെല്ലാം സംസാരിക്കുമ്പോൾ ആ ഡോക്ടർ, ശരി ഞാൻ എന്തായാലും എമയായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ എമയായിട്ട് ആ ഡോക്ടർ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും അവർ ചോദിക്കുന്നതിനെല്ലാം കറക്റ്റായിട്ട് മറുപടി അവൾ പറയുന്നുണ്ട്. കുറെ കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഡോക്ടർ ഇപ്പോൾ എമയുടെ അടുത്തേക്ക് വന്നിട്ട്, എമ ഞാൻ ഒരു സത്യം പറയട്ടെ, നീ ഇപ്പൊ ചെയ്ത കാര്യങ്ങളെല്ലാം കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഇവർ രണ്ടുപേരും കളിച്ച് ചിരിച്ച് സംസാരിക്കുന്നു. എന്നിട്ട് എമയെ നേരെ വെളിയിലേക്ക് കൊണ്ടുവന്ന് ഡേവിഡിനോട് പറയും, ഡേവിഡ് അവൾക്കൊരു കുഴപ്പമില്ല, അവൾ ഓക്കെയാണ്, നോർമലാണ്. ഞാൻ 10,000 കുട്ടികളെ ഇതുവരെയും ചികിത്സിച്ചിട്ടുണ്ട്. അതുപോലെയല്ല അവൾ നോർമലായിട്ടൊരു കുട്ടിയാണെന്നും പറഞ്ഞ് അവരെ വെറുതെ പറഞ്ഞു വിടുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ക്ലോയി ഉണ്ടല്ലോ, അവൾ വെളിയിൽ ഇങ്ങനെ കിടക്കാണ്. ഡേവിഡ് നേരെ അവിടേക്ക് വന്നിട്ട് അവളോട് തുണിയെല്ലാം എടുത്തു വെക്കാൻ പറയും. അപ്പൊ അവളാണെങ്കിലോ ഈ ഡ്രസ്സെല്ലാം ഒരു വല്ലാത്ത രീതിയിൽ ധരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവനെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ഓക്കെ എന്നെല്ലാം പറഞ്ഞ് ഡ്രസ്സെല്ലാം എടുത്തിട്ട് നേരെ എമയുടെ മുറിയിലേക്ക് ചെല്ലും. എന്നിട്ട് മൈലോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പയ്യനെ പറ്റി സംസാരിക്കും, അവന്റെ മെഡൽ എടുത്തതിനെ പറ്റി സംസാരിക്കും. അപ്പോൾ എമോ പറയും, അല്ല നീ ഇപ്പൊ എന്തിനാ ഇതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? അപ്പോൾ ക്ലോയി പറയും, ഏയ് നീ ഇതെല്ലാം ചെയ്തെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാല് നിന്നെ എന്തായാലും ആ പിങ്ക് ചെയറിൽ അവരിരുത്തും എന്ന് പറഞ്ഞ് എമയെ പേടിപ്പിക്കുമ്പോൾ എമോ പറയും, ശരി ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞിട്ട് നിന്നെ ഇവിടെ നിന്ന് പുറത്താകാൻ പോവാണെന്ന് പറയുമ്പോൾ ക്ലോയി പറയും, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, കാരണം ഞാനും നിന്റെ അച്ഛനും പരസ്പരം മനസ്സിലാക്കി. അപ്പോൾ ഏമ ആ ഒരു സൈക്കോ നോട്ടം അവളെ നോക്കുമ്പോഴത്തേക്കും, ദേ ആ ചെറിയ സൈക്കോ നോട്ടൊന്നും എന്നെ നോക്കണ്ട, എന്തായാലും നിന്റെ അച്ഛൻ്റെ ഒരു സിംഗിളാണ്, അതുകൊണ്ട് നിന്റെ അച്ഛനൊരു പാർട്ണറെ ആവശ്യമുണ്ട്. ഞാൻ നിന്റെ രണ്ടാനമ്മയായിട്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഏമ പറയും, എന്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് നീ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ, അതെ നീ എന്നെ പേടിപ്പിക്കുകയൊന്നും വേണ്ട, ഒരിക്കലും ഞാൻ പേടിക്കാൻ പോകുന്നില്ല. നീ ഞാനും എന്തായാലും നല്ല ആളുകളല്ല, അതെനിക്കറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള രീതിയിൽ അവൾ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ രാത്രിയാവുന്നതും ഡേവിഡ് ഇപ്പോ എവിടേക്ക് പോകാനായിട്ട് നിൽക്കാണ്. അപ്പോഴാണ് എമ്മ ഡേവിഡിന്റെ മുന്നിലേക്ക് വന്നിട്ട്, ഡാഡി ക്ലോയി പറഞ്ഞു അച്ഛനും അവളും നല്ലതുപോലെ മനസ്സിലാക്കി നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോവാണ്, അവൾ എന്റെ രണ്ടാനമ്മ ആകാൻ പോവാണ് എന്നെല്ലാം, എനിക്കൊരിക്കലും ഒരു രണ്ടാനമ്മയെ വേണ്ടാന്ന് പറയുമ്പോൾ ഡേവിഡ് പറയും, ഏയ് ആരാ ഇതെല്ലാം പറഞ്ഞത്? ക്ലോയി, ഓക്കെ മോളെ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഡേവിഡ് ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞ് അവൻ വെളിയിലേക്ക് പോകുന്നു. അങ്ങനെ ഡേവിഡ് അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ രാത്രിയിലെ ക്ലോയി TV കണ്ടോണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വെളിയിൽ എന്തോ ഒരു ശബ്ദം കേട്ട് അവൾ കിച്ചണിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആ വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ അവിടെ ഏമ കയറി പോകുന്നു. ഇത് കണ്ട ക്ലോയി, ഹേയ് ക്ലോയി ഇവിടെ വാന്നും പറഞ്ഞ് അവളുടെ പിറകെ തന്നെ പോവാണ്. അങ്ങനെ ആ ഒരു വർക്ക്ഷോപ്പിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും ഏമയെ അവിടെ കാണുന്നില്ല. ഏമ നീ എവിടെയാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു വർക്ക്ഷോപ്പിന്റെ മെയിൻ ഷട്ടർ അതങ്ങ് അടയുന്നു. അതുമല്ല ഈ വർക്ക്ഷോപ്പിൽ മറ്റൊരു ഡോർ കൂടിയുണ്ട്, അത് നമ്മുടെ ഏമ പുറത്തേക്ക് വന്നങ്ങ് അടയ്ക്കുന്നതും ക്ലോയിക്ക് ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ക്ലോയി പറയും, ഹേമ കളിക്കരുത്, ഡോർ തുറക്കാൻ പറയുമ്പോൾ അവിടെയാണ് മറ്റൊരു കാര്യം, ഈ റൂമിൽ ചെറിയ രീതിയിൽ തീ പിടിച്ചാൽ തന്നെ പെട്ടെന്ന് കത്തിപ്പിടിക്കുമെന്ന് ഡേവിഡ് പറഞ്ഞിരുന്നല്ലോ. അതുപോലെ ഏമ ആ ഒരു റൂമിനകത്ത് തീ വെച്ചു കൊടുക്കുന്നതും റൂം മുഴുവനായിട്ട് തീ പിടിക്കാൻ തുടങ്ങാണ്. അങ്ങനെ തീ പിടിക്കുമ്പോഴത്തേക്കും ക്ലോയിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൾ അവിടെ എല്ലാം നോക്കുമ്പോൾ ഏമ ആ വർക്ക്ഷോപ്പിന്റെ ജനാലയിലൂടെ ഉള്ളിലേക്ക് നോക്കുന്നു. ഇത് കണ്ട ക്ലോയി ഓടി വന്നിട്ട് ആ ജനാല കൈ കൊണ്ട് ഇടിച്ച് പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ അവളുടെ കൈ മുറിയുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ പതിയെ തീ ക്ലോയിയുടെ ദേഹത്തേക്ക് പിടിച്ചിട്ട് ശരീരം മുഴുവനായിട്ടും തീ പിടിച്ച് ക്ലോയി അവിടെ വീണ് കത്തി മരിക്കുകയാണ്. അങ്ങനെ ഈ വർക്ക്ഷോപ്പും പൂർണ്ണമായിട്ടും കത്തി നശിച്ചു. അങ്ങനെ ഈ സംഭവം അറിഞ്ഞിട്ട് നമ്മുടെ ഡേവിഡ് ഓടി വരുന്നുണ്ട്. എന്നിട്ട് പോലീസിനെ കാണുമ്പോൾ എന്റെ മകള് വീട്ടിനകത്തുണ്ട്, അതേപോലെ തന്നെ അവളുടെ നാനിയും, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ, നിങ്ങളുടെ മകൾക്കൊന്നും സംഭവിച്ചില്ല, പക്ഷേ അവളുടെ നാനി അവര് മരിച്ചുപോയി എന്ന് പറയുന്നതും ഇപ്പോൾ വീടിനകത്തേക്ക് ചെന്നിട്ട് നമ്മുടെ ഏമയെ കണ്ട് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴാണ് ഏമ ഡേവിഡിന്റെ മുഖത്ത് ഇങ്ങനെ തലോടിയിട്ട് പറയുന്നത്, കുഴപ്പമില്ല ഡാഡി, എനിക്കൊന്നും സംഭവിച്ചില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയാവുന്നതും ഡേവിഡ് നേരെ ഏമയുടെ റൂമിലേക്ക് വരും. എന്നിട്ടാണ് ഏമയുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട്, മോളെ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ വലിയ പ്രശ്നത്തിലാണ്, അതുപോലെ അച്ഛൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാം, അതുകൊണ്ട് സത്യം എന്താന്ന് വെച്ചാൽ അത് നീ എന്നോട് പറയണം. മൈലോയെ ഉപദ്രവിച്ചത് അത് നീയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ മിണ്ടാതെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഡേവിഡ് നീയാണോ അല്ലയോ എന്ന് ദേഷിച്ച് ചോദിക്കുമ്പോൾ അവൾ എഴുന്നേറ്റിട്ട് പറയും, ഞാൻ അവനെ ഉപദ്രവിക്കാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല, ആ മെഡൽ എനിക്ക് വേണമായിരുന്നു, അത് എന്റേതായിരുന്നു, അത് എനിക്ക് കിട്ടേണ്ടതായിരുന്നു, അതുകൊണ്ട് ആ മെഡൽ എടുത്തിട്ട് ഞാൻ അവനെ തള്ളി. അപ്പോൾ അവൻ നേരെ കടലിലേക്ക് വീണു. കുറെ നേരം അവൻ രക്ഷപ്പെടാൻ വേണ്ടി അവിടെ കിടന്ന് അലറി വിളിക്കുന്നുണ്ടായിരുന്നു.
അതുമല്ല അവന് നീന്താൻ അറിയത്തില്ലെന്നും അവൻ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ ഒരിക്കലും അത് വിശ്വസിച്ചില്ല. കാരണം അവ എന്നെ പറ്റിക്കാൻ വേണ്ടി പലതവണ കള്ളം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ നേരം ആ ശബ്ദം കേട്ടിട്ട് പിന്നീട് ശബ്ദമൊന്നും കേട്ടില്ല. കുറച്ചു കഴിഞ്ഞ് അവൻ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകുന്നതാണ് ഞാൻ കണ്ടത്. ഇത് മാത്രമാണ് സംഭവിച്ചത്. അല്ലാതെ ഞാൻ അറിഞ്ഞുകൊണ്ട് അവനെ വേദനിപ്പിച്ചതല്ല. ഞാൻ എന്തായാലും അത് വീണ്ടും ചെയ്യത്തില്ല എന്നെല്ലാം ക്ഷമ ചോദിക്കുകയാണ്. ഇപ്പോൾ ഡേവിഡിന് എന്ത് പറയണമെന്ന് അറിയത്തില്ല ഇത് കേട്ടപ്പോ. എന്നിട്ട് അവൻ ചോദിക്കും, ഓക്കെ, നിന്റെ ആദ്യത്തെ നാനി ലെവിയ, അവൾക്ക് എന്താ സംഭവിച്ചത്? അപ്പോൾ ഏമ പറയും, അവൾ ഒരിക്കലും എന്റെ കൈ പിടിക്കാൻ പാടില്ലായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ അവളെ തള്ളി. അവൾ പടികളിലൂടെ ഉരുണ്ട് താഴേക്ക് വീണു. ഞാൻ തെറ്റൊന്നും ചെയ്തില്ല. അതല്ല, അവളൊരു വലിയ ആളല്ലേ, അവളെ അവള് തന്നെ സംരക്ഷിക്കണമായിരുന്നു. ഞാനിപ്പോ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ മോഡുലേഷൻ മാറ്റിയാണ്, ഈ സാഡായിട്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ മോഡുലേഷൻ മാറ്റിയാണ് ആ ക്യാരക്ടർ സംസാരിക്കുന്നത്. അപ്പോൾ ഡേവിഡ് അടുത്തത് ആ ടീച്ചറിനെ പറ്റി ചോദിക്കുമ്പോൾ അവരെ കൊന്നതും അവളാണെന്ന് പറയും. അതേപോലെ തന്നെ ക്ലെയറിനെ കൊന്നതും അവളാണെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം എന്റെ തെറ്റല്ല, ഞാൻ ആരെയും ഉപദ്രവിച്ചില്ല എന്ന് തന്നെയാണ് ഏമ അപ്പോഴും പറയുന്നത്. അതും ഈ കഥ പറയുന്നത് പോലെയാണ് അവൾ പറയുന്നത്. അപ്പോൾ ഡേവിഡ് പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട്, നീ കഥ പറയുന്നത് പോലെ ഇത് പറയാതെ, ഇതൊക്കെ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ, പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നിനക്കറിയോ എന്നെല്ലാം ചോദിച്ച് ദേഷ്യപ്പെടും. അപ്പോഴാണ് ഏമ പറയുന്നത്, എനിക്കറിയാൻ ഡാഡി, അവരെന്നെ കൊണ്ടുപോയിട്ട് ആ പിങ്ക് കസേരയിലിരുത്തി എന്നെ കൊല്ലും, അതല്ലേ ആ ഇലക്ട്രിക് ചെയറിലിരുത്തി എന്നെ കൊല്ലാൻ പോയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡേവിഡ് പറയും, അല്ല ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞേ? ക്ലെയർ പറഞ്ഞിരുന്നു എന്നെ അവരങ്ങനെ ചെയ്യുമെന്ന്. അതുമല്ല മയിലോടെ കാര്യം പറഞ്ഞിട്ട് അവൾ എന്നും എന്നെ വിഷമിപ്പിക്കും. അതുകൊണ്ട് എനിക്ക് അവളെ പോലെ ഒരു സ്റ്റെപ്പ് മദറിന്റെ ആവശ്യമില്ല. അതുപോലെ അച്ഛന്റെ മരുന്ന് അവൾ മോഷ്ടിച്ചു, അത് ഞാൻ കണ്ടു എന്നെല്ലാം പറഞ്ഞിട്ട് യമ അത്രയും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ ഡേവിഡ് കണ്ണുറക്കുമ്പോൾ ഒരു പോലീസുകാരൻ വിളിച്ചിട്ട് ഇതുപോലെ യമയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം, നിങ്ങളുടെ വീട്ടിലെ ആ ഒരു തീപിടുത്തം ഇതിനെ പറ്റിയല്ലാണ് എന്ന് പറയുമ്പോൾ ഡേവിഡിന് കാര്യം മനസ്സിലായി. യമയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും സത്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പോൾ ഡേവിഡ് പറയും, ഞാനും എന്റെ മകളും കുറച്ച് ദിവസത്തേക്ക് അവധിയെടുത്ത് മാറി നിൽക്കാണ്, അടുത്ത തിങ്കളാഴ്ച ഞങ്ങൾ തിരിച്ചു വരും, അപ്പോൾ സംസാരിക്കാമെന്നും പറഞ്ഞ് അന്ന് തന്നെ നമ്മുടെ യമയും കൂട്ടി ഡേവിഡ് ഇവരുടെ മറ്റൊരു വീടുണ്ട്, അതൊരു പുഴയുടെ അടുത്തായിട്ടാണ്, അവിടേക്ക് അവളെ കൊണ്ടുപോകും. അപ്പൊ അവിടേക്ക് പോകുമ്പോഴത്തേക്ക് യമ ചോദിക്കുന്നുണ്ട്, നമ്മൾ എന്തുകൊണ്ട് അവിടേക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി മാത്രം എന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും അവിടേക്ക് വരുമ്പോൾ ഈ വീട് സൂക്ഷിക്കുന്ന ഒരാളുണ്ട്, ഒരു കാവൽക്കാരൻ. അയാൾ ഇവരെ രണ്ടുപേരും പരിചയപ്പെട്ട് അവരെ നേരെ വീടിനകത്തേക്ക് കൊണ്ടുവന്ന് വീടെല്ലാം കാണിച്ചു കൊടുത്തിട്ട് അയാൾ വെളിയിലേക്ക് പോകും. ഇപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ ഡേവിഡ് ആഞ്ചല ഉണ്ടല്ലോ, ഏമയുടെ അമ്മായി, അവരുമായിട്ട് സംസാരിക്കുകയാണ്. ഇവരുടെ വീട്ടിൽ നടന്ന ആ ഒരു തീപിടുത്തം അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അതുപോലെ ഇവർ രണ്ടുപേരും ഈ വീട്ടിലാണുള്ളത് എന്നുള്ള കാര്യവും ആഞ്ചലയ്ക്ക് അറിയാം. അപ്പോഴാണ് നമ്മുടെ ഡേവിഡ് നോക്കുമ്പോൾ അവിടെയുള്ള മേശയിൽ ഒരു തോക്കിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിലെ തീപിടുത്തമായിട്ട് ബന്ധപ്പെട്ട ഒരു പോലീസുകാരൻ ഇപ്പോൾ ഡേവിഡിനെ വിളിച്ചിട്ട് പറയും, നിങ്ങളുടെ വീട്ടിൽ ആ ഒരു തീപിടുത്തം അത് സാധാരണ രീതിയിൽ സംഭവിച്ചതല്ല, ഒരാൾ മനഃപൂർവ്വം തീ വെച്ചതാണ്, അതിനുള്ള കാരണങ്ങളെല്ലാം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തായാലും ഉടനെ തന്നെ അത് വിളിച്ച് പറയാമെന്നും പറയും. അപ്പൊ തന്നെ ഡേവിഡിന് മനസ്സിലായി ഇതെന്തായാലും മെമയിലേക്കാണ് വരുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ അത് കഴിഞ്ഞ് 1-2 ദിവസം വീണ്ടും അവരവിടെ തന്നെ താമസിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എമയാണെങ്കിലോ ഒറ്റയ്ക്ക് കാടിനകത്തെല്ലാം ചുറ്റി നടന്ന് അത് കഴിഞ്ഞ് ഇപ്പോൾ ഡേവിഡിനെ കാണിക്കുമ്പോൾ ഡേവിഡ് അവന്റെ ലാപ്ടോപ്പില് ഈ സൈക്കോപാത്തായിട്ടുള്ള കുട്ടികളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുകയാണ്. അപ്പോഴാണ് നമ്മുടെ യമ പുറകിൽ വന്ന് നിൽക്കുന്നത്, അതും ഒന്നും മിണ്ടാതെ ഇതെല്ലാം കണ്ടുകൊണ്ട്. ഹേ യമ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഇതുപോലെ ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കരുത്, നീ എത്ര നേരമായിട്ട് ഇവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ എമയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവള് പതിയെ മുന്നിലേക്ക് വന്നിരുന്നിട്ട്, ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്തില്ലാന്ന്, അതുമല്ലാതെ ഒരു കാരണമില്ലാതെ ഞാൻ മറ്റൊരാളെ ഉപദ്രവിക്കില്ല, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ഡാഡി എന്ന് ചോദിക്കുമ്പോൾ ഡേവിഡ്, ഇല്ല മോളെ, ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് അവൾ പറയും, എനിക്കിപ്പോ നല്ല വിഷമമുണ്ടെന്നും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് റൂമിലേക്ക് പോകും. അത് കഴിഞ്ഞ് അന്ന് രാത്രി ഇവരെ കിടക്കാനായിട്ട് ബ്രഷ് എല്ലാം ചെയ്ത് നമ്മുടെ ഡേവിഡ് വന്ന് കിടക്കാണ്. കുറച്ചു കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഡേവിഡിനടുത്ത് യമ വന്ന് നിൽക്കുന്നു. അതുമല്ല അവള് ഈ വീട്ടിൽ നിന്നും എന്തോ ഒരു ഡ്രിങ്കും എടുത്ത് കുടിച്ച് അതേപോലെ തന്നെ വീടിനകത്തുള്ള ഗ്യാസ് ഉണ്ടല്ലോ ഇതെല്ലാം തുറന്നുവിടും. എന്നിട്ട് അവള് മാത്രം ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഒന്നും അറിയാത്തതുപോലെ വീടിന് വെളിയിലേക്ക് വന്നിങ്ങനെ നിൽക്കും. അങ്ങനെ കുറെ നേരം കഴിയുമ്പോഴത്തേക്കും ഈ ഗ്യാസ് ഉണ്ടല്ലോ അത് നല്ലതുപോലെ വന്നിട്ട് ഡേവിഡിന് ആ ഒരു സ്മെല്ലടിച്ച് അവൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് യമാന്ന് പറഞ്ഞു ഓടി അവളുടെ റൂമിലേക്ക് വരുമ്പോൾ അവൾ അവിടെ കാണുന്നില്ല. എന്നിട്ട് ഡേവിഡ് ഓടി താഴേക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്യാസ് ഓരോന്നായിട്ട് ഓഫ് ചെയ്യാണ്. വീട്ടിൽ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം തുറന്നു വെച്ചേക്കുന്നു. എല്ലാം ഓഫ് ചെയ്തിട്ട് ഇപ്പൊ വെളിയിലേക്ക് നോക്കുമ്പോൾ യമ അവിടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഡേവിഡ് പതിയെ ഡോറും തുറന്ന് യമയുടെ അടുത്തേക്ക് വന്നിട്ട്, എന്തിനാ നീ ഇതെല്ലാം ചെയ്യുന്നത്? നിനക്കുള്ള ഒരേ ഒരു വ്യക്തിയെ അത് ഞാൻ മാത്രമാണ് എന്ന് പറയുമ്പോൾ യമ പറയും, അല്ല പിന്നെ അച്ഛനില്ലാന്നുണ്ടെങ്കിൽ എന്നെ അമ്മായി നോക്കിക്കോളും, എനിക്കൊരു കുഴപ്പമില്ലാന്ന് അമ്മായിക്ക് നല്ലതുപോലെ തന്നെ അറിയാം എന്ന് യമ പറയുന്നതും ഒരച്ഛനാണ് ഇത് കേൾക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. ഇത് കേട്ട ഡേവിഡ് എന്റെ ദൈവമേ എന്ന് വരെ വിളിച്ചു പോകും. എന്നിട്ട് ഡേവിഡ് ഇപ്പോ എമ്മയുടെ അടുത്തേക്ക് കൈ കാണിക്കുമ്പോൾ അവൾ എന്തായാലും ഡേവിഡിന്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവളെയും കൂട്ടി നേരെ വീടിനകത്തേക്ക് പോയിട്ട് അന്നത്തെ ദിവസം മുഴുവൻ ഇവര് രണ്ടുപേരും സാധാരണ രീതിയിൽ തന്നെയാണ് അവിടെ കഴിയുന്നത്. ഡേവിഡ് ആണെങ്കിലോ അവന്റെ ഭാര്യയുടെ ഫോട്ടോയിൽ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്, എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും അവൻ ഇപ്പോൾ കുറെ മരുന്നുകൾ എടുത്ത് അത് പൊടിച്ചിട്ട് എമ്മയ്ക്ക് ഇഷ്ടമുള്ള ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കും.
അതിൽ ഈ പൊടി മിക്സ് ചെയ്ത് അവൾക്ക് കുടിക്കാൻ കൊടുക്കാണ്. വേറെ ഒന്നുമല്ല, തന്റെ മകൾ ഇങ്ങനെയാണെങ്കിൽ ഇനിയും ഒരുപാട് പേര് മരണപ്പെടും, അതുകൊണ്ട് തന്നെ അവളെ കൊല്ലാൻ വേണ്ടി. അങ്ങനെ ആ ഗ്ലാസ് രണ്ടും കൊണ്ടുവന്നിട്ട് എമ്മയുടെ റൂമിലേക്ക് വെച്ച് അവൻ വേറെ ആർക്കോ മെസ്സേജ് അയക്കാനായിട്ട് പോയിട്ട് ആ മെസ്സേജ് അയച്ച് തിരിച്ചു വന്ന് ഇപ്പൊ ഇവര് രണ്ടുപേരും അതിങ്ങനെ കുടിക്കും. അപ്പോൾ ഡേവിഡിന് അറിയാം എമ്മ എന്തായാലും കൊല്ലാൻ പോവാണെന്ന്. ആ ഒരു വിഷമം അവനുണ്ട്. അങ്ങനെ കുറെ നേരം അവളോട് സംസാരിച്ച് അവസാനം നമ്മുടെ എമ്മ കിടന്ന് ഉറങ്ങുന്നതും ഡേവിഡ് നല്ല വിഷമത്തോടെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഫോണും എടുത്ത് ആഞ്ചല ഉണ്ടല്ലോ അവരെ വിളിക്കുകയാണ്. അവരെ വിളിച്ചിട്ട് എമ്മയെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരൊരിക്കലും ഇതൊന്നും വിശ്വസിക്കത്തില്ല. അവർ പറയും, ഡേവിഡ് നിനക്ക് എന്ത് പറ്റി, ഒരു 9 വയസ്സുകാരി ഇതെല്ലാം ചെയ്യുന്ന നീ പറയുകയാണോ, ഒരിക്കലും അതൊന്നും നടക്കുന്നില്ല, നിനക്ക് തോന്നുന്നതായിരിക്കും എന്നെല്ലാം പറയുമ്പോൾ ഡേവിഡ് പറയും, ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല, ഞാൻ എന്തായാലും അത് ചെയ്തു എന്ന് പറയുന്നതും ആഞ്ചല ചോദിക്കും, അല്ല എന്താ നീ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതെ എല്ലാം അവസാനിപ്പിച്ചു എന്നും പറഞ്ഞ് അവൻ വിഷമിച്ചിങ്ങനെ നിൽക്കാണ്. കാരണം വേറെ ഒന്നല്ല, ഇവളാണ് ഇതെല്ലാം ചെയ്തതെന്ന് അറിഞ്ഞിട്ട് പോലീസുകാർ ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ജയിലിലോ ഏമ കഴിയേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ അവൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡേവിഡ് ഇപ്പൊ തന്നെ അവളെ ഇല്ലാണ്ടാക്കുന്നത്. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് രാത്രിയാവുന്നതും മരിച്ചെന്ന് വിശ്വസിച്ച നമ്മുടെ ഏമ ഇപ്പൊ കണ്ണു ഓർക്കുന്നു. എന്നിട്ട് അവള് നേരെ ഡേവിഡിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തോക്കുണ്ടല്ലോ അതും എടുത്ത് ഡേവിഡിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കയ്യിൽ ആ തോക്ക് വെച്ചിട്ട് അവൻ തന്നെ സ്വയം അവനെ ഷൂട്ട് ചെയ്യുന്നത് പോലെ ആ തോക്കും വെച്ചിങ്ങനെ നിൽക്കാണ്. എന്നിട്ട് കുറെ നേരം ആലോചിച്ച് നിന്ന് പെട്ടെന്ന് ഗുഡ് നൈറ്റ് ഡാഡി എന്നും പറഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവൻ പെട്ടെന്ന് തലയിലെ വെട്ടിക്കും. അപ്പൊ അവന്റെ തലയിൽ തട്ടിയിട്ട് ആ ബുള്ളറ്റ് കൊള്ളുന്നത് തലയിണയിലാണ്. അപ്പോഴാണ് ഡേവിഡ് കണ്ണു വന്നിട്ട് ഒരമയക്കത്തില് നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹേമ പറയും, ഡാഡി എനിക്ക് തന്ന ആ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഇല്ലേ അതിന്റെ ഗ്ലാസ് ഞാൻ പരസ്പരം മാറ്റി, അതുകൊണ്ട് പകരം അത് മാറിക്കുടിച്ചത് ഡാഡി തന്നെയാണ് എന്ന് പറഞ്ഞു നിൽക്കുന്നതും എമ്മയുടെ കയ്യിൽ ഈ തോക്ക് കാണുമ്പോൾ ഡേവിഡ് പെട്ടെന്ന് അവളെ തള്ളിയും കളയും. അതുപോലെ അവന്റെ ഫോൺ താഴെ വീഴുന്നതും എമ്മ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു ഫോൺ എടുത്ത് 911 കോൾ ചെയ്തിട്ട് സംസാരിക്കുന്നൊന്നുമില്ല, അതിന് മുന്നേ തന്നെ അലറി വിളിച്ച് വെളിയിലേക്ക് ഓടുകയാണ്. അപ്പോൾ ഡേവിഡ് ആ തോക്കും എടുത്തിട്ട് ഇവൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവളുടെ പിറകെ വരുമ്പോൾ എമ്മ താഴേക്ക് വരുമ്പോൾ പോലീസ് ചോദിക്കും, ഇതാരാ സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ ഇതുപോലെ എന്റെ പേര് എമ്മ എന്നാണ്, എന്റെ അച്ഛൻ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും. അതുപോലെ ഈ വീടിന്റെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ഓടി അടുത്തുള്ള ഒരു ബാത്റൂമിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കുന്നതും ഇപ്പോൾ ഡേവിഡ് അവിടേക്ക് വരും. താഴേക്ക് വന്നിട്ട് എമ്മ നീ എവിടെയാന്ന് ചോദിച്ച് എല്ലായിടത്തും നടന്ന് അവസാനം ആ ഒരു ബാത്റൂമിനുള്ളിൽ അവളുണ്ടെന്ന് മനസ്സിലാക്കി ഡോറിനടുത്തേക്ക് വന്നിട്ട് എമ്മ ഡോർ തുറക്ക്, ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ എമ്മ പേടിച്ച് അതിനകത്തിരുന്ന് കരയാണ്. കാരണം അവളുടെ അച്ഛൻ അവളെ കൊല്ലാൻ പോവാണല്ലോ. അങ്ങനെ അവസാനം നമ്മുടെ ഡേവിഡ് ഡോറ് വലിച്ചു തുറന്നിട്ട് ആ തോക്കെടുത്ത് ഇനി എമ്മയെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് അവളെ കൊല്ലാനായിട്ട് തോക്കെടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും പെട്ടെന്ന് പുറകിലൂടെ ഈ വീട്ടിലെ സെക്യൂരിറ്റി ഉണ്ടല്ലോ അയാൾ വന്ന്, ഹേ ഡേവിഡ് എന്താ ഇവിടെ നടക്കുന്നേ, തോക്ക് താഴേക്ക് വയ്ക്കാൻ പറയുമ്പോൾ ഡേവിഡ് പറയും, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല, അവൾ ഒരിക്കലും ഇനി ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത്, അതുകൊണ്ട് പ്ലീസ് എന്നെ തടയരുത് എന്നും പറഞ്ഞ് എമയെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നു. എമയാണെങ്കിലോ അവനെ നോക്കി ഇങ്ങനെ കരയുമ്പോഴത്തേക്കും അവൻ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ സ്ഥലത്തേക്ക് പോലീസ് വരുന്നുണ്ട്. കാരണം ആ സൈറൻ ശബ്ദം കേൾക്കാം. അതേപോലെ തന്നെ ഈ സെക്യൂരിറ്റി ഡേവിഡിന് അതിന് മുന്നേ തന്നെ ഷൂട്ട് ചെയ്യും. അങ്ങനെ ബുള്ളറ്റ് കൊണ്ട് ഡേവിഡ് പതിയെ തിരിഞ്ഞ് അയാളുടെ മുന്നിലേക്ക് വന്ന് വീഴുന്നതും ഇപ്പൊ ഏമ അത് കണ്ട് നല്ലതുപോലെ കരയുന്നുണ്ട്. കാരണം അവളുടെ അച്ഛൻ ഇവിടെ മരിച്ചു വീഴാണ്, ഇനി അവൾക്ക് ആരുണ്ട് എന്നുള്ള ആ ഒരു വിഷമത്തിലായിരിക്കണം ആ ഒരു ചെറിയ പെൺകുട്ടി കരയുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ പോലീസ് എല്ലാം വന്ന് ഡേവിഡിന്റെ ശരീരം അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നു. അതേപോലെ നമ്മുടെ ഏമയെ രക്ഷപ്പെടുത്തി കാറിലേക്ക് കൊണ്ടിരുത്തും. അപ്പോഴേക്കാണ് അവളുടെ അമ്മ ഈ ഏഞ്ചല ഉണ്ടല്ലോ അവര് വന്നിട്ട്, ഏമ്മ എങ്ങനെയുണ്ട്? അപ്പോഴാണ് ഏമ്മ ചോദിക്കുന്നത്, അച്ഛൻ എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഏഞ്ചല പറയും, അതെ നിന്റെ അച്ഛന് അസുഖം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അങ്ങനെയാണ് ഞാനും കരുതുന്നത്, പേടിക്കണ്ട മോളെ, നിനക്കിനി ഞാനില്ലേ, എല്ലാം ശരിയാവും എന്ന് പറയുമ്പോൾ ഏഞ്ചല ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ, അമ്മ ഈ ഏഞ്ചല നമ്മൾ വീട്ടിൽ പോകുമ്പോൾ അവിടെ കഴിക്കാനായിട്ട് ഐസ്ക്രീം ഉണ്ടാവോ? അപ്പോൾ ഏഞ്ചല കരഞ്ഞുകൊണ്ട് പറയും, നിനക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും അവിടെ ചെയ്യാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ എമയെ കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു വില്ലൻ ചിരിച്ചിരിക്കും അവസാനം. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾ പറ, ഈ മൂവിയുടെ ടൈറ്റിൽ പോലെ ദി ബാഡ് സീഡ് ഇതൊരു മോശം വിത്തായിരുന്നു. നല്ല ഫണ്ണി ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമന്റുകൾ എന്തായാലും പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഒരിക്കലും മറക്കാതെ കമന്റ് ചെയ്തേക്കുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.